മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുന്ന വ്യക്തികൾ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കാണ് കോസ്റ്റ് ആവറേജിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ്, അസറ്റ് വാല്യൂ, ഫണ്ട് എക്സ്പെൻസസ്. എന്നാൽ സാധാരണക്കാരായിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മ്യൂച്വൽ ഫണ്ട് സ്കീം ഓപ്പറേറ്റ് ചെയ്യുന്നത് സാധാരണ നമുക്ക് ഫിക്സഡ് ആയിട്ട് ഇൻകം അല്ലെങ്കിൽ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഇൻകം ലഭിക്കുന്ന ബാങ്ക് ഡെപ്പോസിറ്റുകളോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസിലുള്ള ഡെപ്പോസിറ്റുകൾ പോലെയല്ല. മറ്റൊരു രീതിയിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക എന്നുള്ളതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യങ്ങളാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് വളരെ സിമ്പിളായിട്ട് ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിനെ സംബന്ധിച്ചിടത്തോളം എന്താണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്, എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നമുക്ക് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളിൽ നിക്ഷേപം നടത്തിയാൽ കൂടുതൽ റിട്ടേൺസ് അല്ലെങ്കിൽ ഗെയിൻ നമുക്ക് ലഭിക്കുന്നത്, അതോടൊപ്പം തന്നെ ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീമിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എങ്ങനെയാണ് കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഒരു മ്യൂച്വൽ ഫണ്ട് സ്കീം മാനേജ് ചെയ്യുമ്പോൾ അതിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് എന്തൊക്കെ ഘടകങ്ങളാണുള്ളത്, ഒരു ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ അതിൽ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്, ഇങ്ങനെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഒരു പ്രസൻറ്റേഷൻ്റെ സഹായത്തോടു കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഈ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറച്ച് കൂടി പോയേക്കാം, എങ്കിൽ തന്നെയും നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം വരെയും കാണണമെന്ന് താല്പര്യപ്പെടുന്നു. നമ്മൾ ജീവിതത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്താലും ആ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കണം. നമുക്ക് അറിവില്ലാത്ത കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും ഇടപെടാൻ പാടില്ല. ഈ റൂള് ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലും വ്യത്യസ്തമല്ല. നമുക്ക് അറിയില്ലാത്ത ഒരു പ്രോഡക്റ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾക്ക് അറിയില്ലാത്ത ഒരു കാര്യം ചെയ്യുക എന്നുള്ളത് ശരിയായിട്ടുള്ള ഒരു സംഗതിയല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ എങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ലോങ് ടൈമിലേക്ക് നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയാൽ നമുക്ക് കൂടുതൽ ഗെയിൻ ലഭിക്കുന്നത്, സാധാരണ ബാങ്കിലെയോ അല്ലെങ്കിൽ ഫിക്സഡ് ആയിട്ട് നമുക്ക് നടത്തുന്ന നിക്ഷേപങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ് ഈ മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രത്യേകത, എങ്ങനെയാണ് ആ മ്യൂച്വൽ ഫണ്ടുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്, ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മറ്റുള്ള വീഡിയോകളിൽ നിന്ന് കിട്ടുവാനായിട്ടുള്ള ചാൻസ് വളരെ കുറവാണ്. കാരണം ഞാൻ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നത് എൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള എക്സ്പീരിയൻസിൽ നിന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഈ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആളും ഇതേപോലെ മ്യൂച്വൽ ഫണ്ടുകളുടെ ആയിരക്കണക്കിന് നെറ്റ് അസറ്റ് വാല്യൂ ലൈവായിട്ട് പ്രിപ്പയർ ചെയ്ത എക്സ്പീരിയൻസിൽ നിന്നുമാണ് എൻ്റെ മിക്കവാറും എല്ലാ വീഡിയോകളും ഞാൻ പ്രസൻറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ താല്പര്യപ്പെടുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ അവസാനം വരെയും കാണും. നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു MFT നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്ത് നിങ്ങൾ റിസ്ക് അനലൈസ് ചെയ്തതിന് ശേഷം സ്യൂട്ടബിൾ ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ സജസ്റ്റ് ചെയ്യുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാനായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികൾ മാത്രം രജിസ്റ്റർ ചെയ്താൽ മതി. ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ അഭിപ്രായം അനുസരിച്ച് പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് 8th വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആണ്. ലോക അത്ഭുതങ്ങളിൽ 8ാമതെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടുകളിലെ NAV വർക്കൗട്ട് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പ്രസൻറ്റേഷൻ ഞാൻ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ പ്രസൻറ്റേഷൻ കണ്ടു നോക്കൂ. സൂചിപ്പിച്ചതുപോലെ തന്നെ പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത് 8th വണ്ടേഴ്സ് ഓഫ് ദ വേൾഡ് ആണ്. അത് ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞിരിക്കുന്നതാണ്. മ്യൂച്വൽ ഫണ്ടുകളിലെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിനെ കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇപ്പം നിങ്ങൾ ബാങ്കിൽ ഒരു 1 ലക്ഷം രൂപ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. അതിന് 10% ഇൻട്രസ്റ്റ് ആണ് ലഭിക്കുന്നത്. 10 വർഷത്തേനാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇത് 2 രീതിയിൽ നമുക്കിതിൻ്റെ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യാം. ഒന്ന് സിമ്പിൾ ഇൻട്രസ്റ്റും 2 കോമ്പൗണ്ട് ഇൻട്രസ്റ്റും. ഇപ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ് രീതിയിലാണ് നിങ്ങൾക്ക് വരുമാനം ലഭിക്കുന്നതെങ്കിൽ സാധാരണ ബാങ്കിൽ നമ്മൾ ഫിക്സഡ് ഡെപ്പോസിറ്റ് നടത്തി കഴിഞ്ഞാൽ അത് ക്വാർട്ടർലി ബേസിസിലാണ് കോമ്പൗണ്ട് ചെയ്യുന്നത്. പൈസ റീഇൻവെസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങൾ മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ആനുവൽ ബേസിസിലോ നിങ്ങൾ ഏൺ ചെയ്ത ഇൻട്രസ്റ്റ് നിങ്ങൾ തിരിച്ചെടുക്കുകയാണെങ്കിൽ ഓരോ വർഷവും 1 ലക്ഷത്തിൻ്റെ 10% 10,000 രൂപ വീതം നിങ്ങൾക്ക് ലഭിക്കും. അതായത് 10 വർഷം കൊണ്ട് ഓരോ വർഷം 10,000 രൂപ വീതം 1 ലക്ഷം രൂപ നിങ്ങൾക്ക് ഇതിൽ നിന്ന് വരുമാനമായിട്ട് ലഭിക്കും. അതോടൊപ്പം തന്നെ അതിൻ്റെ കാലാവധി കഴിയുമ്പോൾ നിങ്ങൾക്ക് 1 ലക്ഷം രൂപ തിരിച്ച് കിട്ടുകയും ചെയ്യും. എന്നാൽ നിങ്ങൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റ് മന്ത്ലി ബേസിസിലോ അല്ലെങ്കിൽ ആനുവൽ ബേസിസിലോ അതിൻ്റെ ഇൻട്രസ്റ്റ് വാങ്ങുന്നില്ല. കിട്ടുന്ന ഇൻട്രസ്റ്റ് പിന്നെയും റീഇൻവെസ്റ്റ് ചെയ്യുകയാണെന്ന്
വിചാരിക്കുക. ഞാനിവിടെ ആനുവൽ ബേസിസിലാണ് ഈ കോമ്പൗണ്ടിങ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാങ്കുകളിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ക്വാർട്ടർലി ബേസിസിലാണ് കോമ്പൗണ്ടിങ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ടിനേക്കാളും കൂടുതൽ എമൗണ്ട് ബാങ്കിൽ നിന്നുള്ള FD എന്നുള്ള ഇൻട്രസ്റ്റ് നമുക്ക് ലഭിക്കാം. ഇവിടെ കോമ്പൗണ്ടിങ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കൂ. 1 ലക്ഷം രൂപയ്ക്ക് ആദ്യത്തെ വർഷം 10,000 രൂപ ഇൻട്രസ്റ്റ് ലഭിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ മുതലും പലിശയും ചേർത്തിട്ട് 1,10,000 ആകുന്നു. ഇപ്പോൾ രണ്ടാമത്തെ ഇയറിൽ ഇതിൻ്റെ ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുമ്പം 1,10,000 രൂപയിലാണ് ഇൻട്രസ്റ്റ് വർക്ക് ചെയ്യുന്നത്. ആദ്യത്തെ വർഷം നമുക്ക് 10,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടിയപ്പോൾ രണ്ടാമത്തെ വർഷം നമുക്ക് 11,000 രൂപ ഇൻട്രസ്റ്റ് കിട്ടി. അപ്പോൾ നമ്മുടെ മുതലും പലിശയും ചേർത്ത് രണ്ടാമത്തെ വർഷത്തിൻ്റെ എൻഡിൽ 1,21,000 രൂപയുണ്ട്. അപ്പോൾ മൂന്നാമത്തെ വർഷം ഇൻട്രസ്റ്റ് വർക്കൗട്ട് ചെയ്യുന്നത് ഈ 1,21,000 രൂപയുടെ 10%, അതായത് 12,100 രൂപ. കോമ്പൗണ്ടിങ് എന്നാണെന്ന് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുതലിൻ്റെ കൂട്ടത്തിൽ അന്ന് വരെ അക്രൂ ചെയ്തിരിക്കുന്ന പലിശയും കൂടി ചേർത്ത് അതിൻ്റെ പുറത്ത് പലിശ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു രീതിയാണ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ 10 വർഷം കഴിയുമ്പോൾ നിങ്ങൾ കോമ്പൗണ്ടിങ് രീതിയിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന നിങ്ങളുടെ നിക്ഷേപ തുക ഇതിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് 10 വർഷത്തിന് ശേഷം നിങ്ങൾ കോമ്പൗണ്ടിങ് രീതിയിലാണ് ഇൻട്രസ്റ്റ് ഒന്നും വിഡ്രോ ചെയ്യാതാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ 1,59,000 രൂപ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിൻ്റെ ഇനത്തിൽ ലഭിക്കും. അതായത് നിങ്ങളുടെ മെച്യൂരിറ്റി പീരീഡിൽ 2,59,000 രൂപയോളം കിട്ടും. അഥവാ നിങ്ങൾ ഈ ഇൻട്രസ്റ്റ് ഓരോ വർഷവും വിഡ്രോ ചെയ്യുകയായിരുന്നെങ്കിൽ നിങ്ങൾക്ക് വെറും 1 ലക്ഷം രൂപ മാത്രമാണ് കിട്ടിയിരുന്നത്. ഇതാണ് ബേസിക്കായിട്ട് കോമ്പൗണ്ടിങ്ങിൻ്റെ കൺസെപ്റ്റ്. ഇതാണ്. ഇനി മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതും ലൈവായിട്ടുള്ള ഒരു കേസാണ്. 2014 ICICI മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്മോൾ ക്യാപ് ഫണ്ടിൽ ഞാൻ ചെറിയൊരു എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. അതായത് 9,900, അതായത് 10,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. ഇന്ന് ആ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഏകദേശം 50,000 രൂപയാണ്. 10,000 രൂപ 5 വർഷം കൊണ്ട് 50,000 രൂപ ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ആനുവൽ റിട്ടേൺസ് XIRR അതിൽ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് 16%. അതോടൊപ്പം ആബ്സല്യൂട്ട് റിട്ടേൺസ് 400% കൂടുതൽ, അതായത് ഏകദേശം 5 ഇരട്ടിയോളം റിട്ടേൺസ് ആണ് എനിക്ക് ഈ ഫണ്ടിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. അപ്പം ഞാനിവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് വെറും 10,000 രൂപയാണ്. ഈ 10,000 രൂപയ്ക്ക് പകരം 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 10 ലക്ഷം രൂപയൊക്കെയാണ് ഇൻവെസ്റ്റ് ചെയ്തിരുന്നതെങ്കിൽ ഇതിൽ നിന്ന് എത്ര റിട്ടേൺസ് വന്നിരുന്നത്? 10 ലക്ഷം രൂപ ഇപ്പോൾ 50 ലക്ഷം രൂപയായേനെ. ഇതൊക്കെ പഴയ കാര്യമാണ്, നമ്മൾ ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം ഞാനിതിൽ എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്? ഞാൻ ഈ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തപ്പോൾ ഈ ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് 16.87 രൂപയാണ്. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുമ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള NAV എന്ന് പറയുന്നത് 84 രൂപ 52 പൈസയാണ്. എങ്ങനെയാണ് ഈ ഫണ്ടിൻ്റെ NAV 16 രൂപയിൽ നിന്ന് 84 രൂപയായത്? അതായത് ഏകദേശം 400% ഇൻക്രീസ് വന്നിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് ഞാനൊരു എക്സൽ ഷീറ്റിൽ ആണ് ഇത് പ്രസൻറ്റ് ചെയ്യുന്നത്. ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്ത 10,000 രൂപ 2015 മുതൽ 2025 വരെയും എങ്ങനെയാണ് അതിൽ നിന്ന് അപ്രീസിയേഷൻ വന്ന് പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ എഫക്റ്റ് അതിൽ വന്നിരിക്കുന്നതെന്നാണ് ഈ വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഒരു ഫണ്ടിൻ്റെ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇനീഷ്യലി ഇൻവെസ്റ്റ് ചെയ്ത ഫണ്ടിൻ്റെ NAV ആണ് നിങ്ങളിവിടെ കാണുന്നത്, 16 രൂപ 87 പൈസ. അത് 2025 ആയപ്പോഴത്തേനും ആ ഫണ്ടിൻ്റെ NAV 84 രൂപ 53 പൈസയായി. ഈ സെയിം ലൈവായിട്ടുള്ള കേസാണിത്. ഒരു ഫണ്ടിൻ്റെ NAV നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫണ്ടിൻ്റെ റിട്ടേൺസ് വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കളക്ട് ചെയ്തിരിക്കുന്ന 10,000 രൂപ ഞാൻ 10 കമ്പനികളുടെ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്തു. കുറച്ച് എമൗണ്ട് ലിക്വിഡായിട്ട് ഞാൻ ക്യാഷും കീപ്പ് ചെയ്യുന്നുണ്ട്. ഇത് കൂട്ടിയിട്ടാണ് ഞാൻ ഈ ഫണ്ടിൻ്റെ NAV 16 രൂപ 87 പൈസ ആദ്യത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിരിക്കുന്നത്. പിന്നെ വരുന്ന കാലങ്ങളിൽ 2016 മുതൽ 25 വരെയും ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്ക് പ്രൈസിൽ വന്നിരിക്കുന്ന അപ്രീസിയേഷനാണ് നിങ്ങളിവിടെ കാണുന്നത്. ഒരു എക്സാമ്പിളായിട്ട് എടുത്താൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ സ്റ്റോക്ക് നമ്പർ 5ൽ 980 രൂപയായിരുന്നു വില. അത് ഓരോ വർഷവും കഴിയും തോറും ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ അപ്രീസിയേഷൻ വരാം. ചില വർഷങ്ങളിൽ ഈ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു പോകാം. ഇതേപോലെയുള്ള ഒരു പ്രോസസ്സ് കഴിഞ്ഞ 10 വർഷമായിട്ട് കണ്ടിന്യൂ ചെയ്ത് ഇപ്പോൾ ഞാൻ ഈ NAV വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് എന്ന് പറയുന്നത്
ഏകദേശം 2000 രൂപയോളമാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് കാണിക്കുന്നതാണ്. അപ്പോൾ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരു ഫണ്ട് ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിയും തോറും ആ സ്റ്റോക്കിൻ്റെ പ്രൈസിൽ ഗെയിൻ വന്നുകൊണ്ടിരിക്കും. ചില കമ്പനികൾ ലോസിലും പോകും. ഇപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള കൺസെപ്റ്റ് അത് തന്നെയാണ്, ഡൈവേഴ്സിഫിക്കേഷനാണ്. ചില സമയങ്ങളിൽ ചില സ്റ്റോക്കുകൾ നല്ല പെർഫോമൻസ് തരാം, ചില സ്റ്റോക്കുകളിൽ നിന്ന് നഷ്ടവും ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം കമ്പൈൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ റിസ്ക് ഡൈവേഴ്സിഫൈ ചെയ്യുകയാണ് സാധാരണയായിട്ട് മ്യൂച്വൽ ഫണ്ടുകൾ ചെയ്യുന്നത്. ഈ ഫണ്ടിൻ്റെ കോമ്പൗണ്ടിങ്ങിന് ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഈ പറഞ്ഞ സ്റ്റോക്ക് പ്രൈസിലുള്ള അപ്രീസിയേഷനാണ്. കാലാകാലങ്ങളിൽ സ്റ്റോക്ക് പ്രൈസിൽ വരുന്ന അപ്രീസിയേഷനാണ്. അതോടൊപ്പം തന്നെ ഞാൻ ഈ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെൻറ്റിൽ പല കമ്പനികളുടെ ഷെയറുകളുണ്ട്. ഇത് ഞാൻ 10 വർഷത്തേനോ 20 വർഷത്തേനോ ഇതേപോലെ ഈ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്യില്ല. മാർക്കറ്റിൽ വരുന്ന ചേഞ്ചസുകൾ അനുസരിച്ച്, കമ്പനികളുടെ ഫൈനാൻഷ്യൽ സിറ്റുവേഷനോ അല്ലെങ്കിൽ കമ്പനികളുടെ പെർഫോമൻസ് അനുസരിച്ച് പല സമയങ്ങളിലും ഈ വരുന്ന സ്റ്റോക്കുകൾ ഞാൻ ലാഭത്തിൽ വിൽക്കും. ഇപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു സ്റ്റോക്കാണെങ്കിൽ ചിലപ്പോൾ 2000 രൂപയോ 2500 രൂപയോ അതിൻ്റെ സ്റ്റോക്ക് പ്രൈസ് വരുന്ന സമയത്ത് അതൊരു ഓവർ വാല്യൂഡ് ആണെന്ന് ഫണ്ട് മാനേജറിന് തോന്നിയാൽ അവർ, അല്ലെങ്കിൽ അതേപോലെയുള്ള പല സാഹചര്യങ്ങളും കൺസിഡർ ചെയ്തിട്ട് ആ സ്റ്റോക്ക് വിറ്റ് അതിൽ നിന്ന് ലാഭം ഉണ്ടാകും. അപ്പോൾ 1000 രൂപയ്ക്ക് വാങ്ങിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് 1500 രൂപയ്ക്ക് നിങ്ങൾക്ക് വിറ്റാൽ അവിടെ ഒരു റിയലൈസ്ഡ് ഗെയിൻ ഒരു 1500 രൂപ വരുന്നുണ്ട്. ഇതിൽ നിന്ന് വിറ്റ് കിട്ടിയിരിക്കുന്ന പ്രൊസീഡ്സും ഈ ക്യാപിറ്റൽ ഗെയിനും എഗെയിൻ ഈ ഫണ്ട് മാനേജർ നല്ല നല്ല സെക്യൂരിറ്റികൾ നോക്കി റീഇൻവെസ്റ്റ് ചെയ്യും. ആ സ്റ്റോക്കിൽ നിന്ന് ചിലപ്പോൾ നമ്മൾ നേരത്തെ ഇൻവെസ്റ്റ് ചെയ്ത സ്റ്റോക്കിനേക്കാളും കൂടുതലുള്ള റിട്ടേൺസ് ലഭിക്കാം. ഇതും കോമ്പൗണ്ടിങ്ങിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഘടകമാണ്. അതിനുപരിയായിട്ട് ഈ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളെല്ലാം നല്ല ബ്ലൂ ചിപ്പ് കമ്പനികളോ അല്ലെങ്കിൽ ഡിവിഡൻഡ് പേയിങ് കമ്പനികളാണെങ്കിൽ ഓരോ വർഷവും അല്ലെങ്കിൽ വർഷത്തിൽ 1, 2, 3 പ്രാവശ്യമൊക്കെ പലപ്പോഴും ഈ കമ്പനികൾ ഡിവിഡൻഡ് കൊടുക്കാറുണ്ട്. ഈ ഡിവിഡൻഡാണ് ഇവിടെ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഈ കൊടുത്തിരിക്കുന്ന ഡിവിഡൻഡ് അല്ലെങ്കിൽ നമുക്ക് ഈ ലഭിച്ചിരിക്കുന്ന ഡിവിഡൻഡ് എഗെയിൻ ഫണ്ട് മാനേജർ പുതിയ പുതിയ കമ്പനികളുടെ ഷെയറുകൾ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് റീഇൻവെസ്റ്റ് ചെയ്യും. അപ്പം അതും നമ്മുടെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ്. ഞാനിവിടെ 2-3 കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളിൽ നിന്ന് ഉണ്ടാകുന്ന അപ്രീസിയേഷൻ. 2, സ്റ്റോക്കുകളിൽ നല്ല അപ്രീസിയേഷൻ വരുമ്പോൾ പല സമയങ്ങളിലും ഫണ്ട് മാനേജേഴ്സ് ലാഭത്തിലോ അല്ലെങ്കിൽ നഷ്ടത്തിലോ ഇതേപോലെയുള്ള സ്റ്റോക്കുകൾ വിൽക്കും. അതിൽ നിന്ന് കിട്ടുന്ന വരുമാനം. 2, ഈ കമ്പനികൾ തരുന്ന ഡിവിഡൻഡുകൾ, വർഷത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ 1, 2 പ്രാവശ്യം തരുന്ന ഡിവിഡൻഡുകൾ, ഇതെല്ലാം നമ്മുടെ ഫണ്ടിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിനെ അല്ലെങ്കിൽ ഫണ്ടിൻ്റെ NAV കൂടുന്നതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇത് കൂടാതെ തന്നെ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ ഫണ്ട് മാനേജ് ചെയ്യുന്നതിന് എക്സ്പെൻസസ് ഉണ്ടാകാം. അത് മാനേജ്മെൻറ്റ് ഫീസ് ഉണ്ടാകാം, ഓഡിറ്റ് ഫീസ്, ഫണ്ട് അഡ്മിൻ ഫീസ്, കസ്റ്റഡി ഫീസ്, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഫീസ്, ട്രാൻസാക്ഷൻ ചാർജസ്, രജിസ്ട്രാർ എക്സ്പെൻസസ്, ഇതേപോലെയുള്ള എക്സ്പെൻസസുകളുണ്ടാവും. അപ്പോൾ ഡെയിലി ബേസിസിൽ ഫണ്ട് മാനേജർ അതിലുണ്ടാകുന്ന എക്സ്പെൻസസ് മാക്സിമം ഓരോ ഫണ്ടിനും ഒരു എക്സ്പെൻസസ് റേഷ്യോ പറഞ്ഞിട്ടുണ്ടാവും. വിതിൻ ആ ലിമിറ്റിൽ വരുന്ന എക്സ്പെൻസുകൾ ഈ ഫണ്ടിൽ ചാർജ് ചെയ്യും. അതാണ് നിങ്ങളിവിടെ കാണുന്നത്. ഞാനിതിവിടെ ഒരു വർഷത്തെയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് ഒരു വർഷത്തിൽ ഏതൊക്കെ ദിവസം NAV നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്നുണ്ടോ ആ ദിവസമെല്ലാം ഈ സെയിം പ്രോസസ്സ് ഫണ്ട് മാനേജർ ഈ NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ കൺസിഡർ ചെയ്യേണ്ടതാണ്. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ബേസിക്കായിട്ട് നമ്മൾ എടുക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്കുകളുടെ ആ ദിവസത്തെ മാർക്കറ്റ് വാല്യൂമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എത്രയാണോ അത്. രണ്ടാമതായിട്ട് ഈ ഫണ്ടിൽ നമ്മൾ ക്യാഷ് ഹോൾഡ് ചെയ്യുന്നുണ്ടാവാം, ആ ക്യാഷ് എത്രയാണ്. മൂന്നാമത് നമുക്ക് ഏതെങ്കിലും റിയലൈസ്ഡ് ഗെയിൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ, റിയലൈസ്ഡ് ഗെയിൻ നമുക്ക് ലഭിച്ചാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷിൽ അത് റിഫ്ലക്റ്റ് ചെയ്യും. രണ്ടാമത് ഈ കമ്പനികളിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ഡിവിഡൻഡോ അല്ലെങ്കിൽ നമ്മൾ അക്രൂ ചെയ്തിരിക്കുന്ന ഡിവിഡൻഡോ. മൂന്നാമത് നമ്മൾ ഈ ഫണ്ടിൽ വരുന്ന എക്സ്പെൻസസുകൾ റിഡ്യൂസ് ചെയ്യണം. ഈ കാര്യങ്ങളെല്ലാം കൺസിഡർ ചെയ്തിട്ട് നമുക്ക് ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാം. ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ എന്ന് പറയുന്നത് ഫണ്ടിൻ്റെ ടോട്ടൽ അസറ്റ് മൈനസ് ലൈബിലിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ്. ഇവിടെ നമ്മൾ ഇഷ്യൂ ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് യൂണിറ്റ് 1000 യൂണിറ്റ് ആണെന്ന് അസ്യൂം ചെയ്യുക. ഇത് വെച്ച് ഇതിനെ ഡിവൈഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ NAV ലഭിക്കും. ഈ ഫണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് 16.87 രൂപയ്ക്കാണ് NAV സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഓരോ വർഷവും ഞാൻ ഈ പറഞ്ഞ പ്രോസസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ ഈ ഫണ്ടിൻ്റെ NAVയിൽ വന്നിരിക്കുന്ന ചേഞ്ചസുകളാണ് കാണുന്നത്. എല്ലാ വർഷവും ഈ ഫണ്ടിൽ പോസിറ്റീവായിട്ടുള്ള റിട്ടേൺസ് കിട്ടിയിട്ടില്ല. 2019 2018 ഈ ഫണ്ടിൻ്റെ NAV 22 രൂപയായിരുന്നു. അത് 2019 19.55 കുറഞ്ഞു. പിന്നെ 2020
അത് 22 രൂപ 32 പൈസയായി. അതേപോലെ ഓരോ വർഷവും അല്ലെങ്കിൽ ഓരോ ദിവസവും ഫണ്ടിന്റെ NAV കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കൂടുതലും കുറവും ഒക്കെ വന്നേക്കാം. ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് 2025 ആയപ്പോഴത്തേനും ഈ ഫണ്ടിന്റെ NAV 84 രൂപ 53 പൈസയായി. ഞാൻ ആദ്യമേ പറഞ്ഞ എൻ്റെ ഇൻവെസ്റ്റ്മെന്റിൽ 16 രൂപ 87 പൈസയ്ക്ക് ഞാൻ ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നു. 84 രൂപ 52 പൈസ വരെയും ഈ ഫണ്ടിന്റെ NAV വരുന്നു. ഇത് 10 വർഷങ്ങൾക്ക് ശേഷം ഈ ഫണ്ടിൽ വന്നിരിക്കുന്ന NAVയിലുള്ള ചേഞ്ചാണിത്. ഒരു ഫണ്ടിന്റെ NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവാം. അതേപോലെ തന്നെ ഒരു ഫണ്ടിന് എക്സ്പെൻസസ് ഉണ്ടാവാം, ഇൻകം ഉണ്ടാകാം, പലതരത്തിലുള്ള കോർപ്പറേറ്റ് ആക്ഷൻസ് ഉണ്ടാവാം. കോർപ്പറേറ്റ് ആക്ഷൻ എന്ന് പറയുമ്പോൾ ബോണസ് വരാം, സ്റ്റോക്ക് സ്പ്ലിറ്റ് വരാം, മെർജർ, അക്യൂസിഷൻ, ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും ഒരു സ്റ്റോക്കിന്റെ പ്രൈസിൽ വേരിയേഷൻ ഉണ്ടാകും. അത് കൂടാതെ തന്നെ ഒരു കമ്പനിയുടെ സ്റ്റോക്ക് പ്രൈസിൽ വേരിയേഷൻ വരാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവാം, അതിൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, ഇൻഡസ്ട്രി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഇക്കോണമി സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഗ്ലോബൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ, ലോക്കൽ ലെവലിൽ നടക്കുന്ന കാര്യങ്ങൾ, ഗവൺമെൻറ് പോളിസീസ്, ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ കമ്പനികളുടെ പ്രൈസ് അല്ലെങ്കിൽ അതിലെ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള പ്രൈസ് വേരി ചെയ്തുകൊണ്ടിരിക്കാം. അപ്പം നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ലെവലിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കഴിഞ്ഞ ഒരു 10 വർഷത്തെ ഹിസ്റ്ററി എടുത്താൽ തന്നെ ഇത് വളരെ വ്യക്തമാണ്. ഇതിൽ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് 16 രൂപ 87 പൈസയിൽ നിന്ന് NAV 85 രൂപയാകുക എന്ന് പറഞ്ഞാൽ അതിൽ ഏകദേശം 16% കൂടുതൽ CAGR ഉണ്ട്. ഇത് ഏറ്റവും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ട് എന്ന് ഞാൻ പറയുന്നില്ല. ഈ 10 വർഷ കാലത്തിനുള്ളിൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ട് പെർഫോം ചെയ്ത ഒരുപാട് മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുണ്ട്. അപ്പോൾ ഞാൻ ഈ പർട്ടിക്കുലർ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ലൈവായിട്ട് വളരെ കോൺഫിഡൻ്റ് ആയിട്ടും എനിക്കിതിൻ്റെ പെർഫോമൻസ് നിങ്ങളെ കാണിച്ചു തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഫണ്ട് തിരഞ്ഞെടുത്തത്. അപ്പോൾ ഒരു ഫണ്ടിൻ്റെ NAV കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കൺസിഡർ ചെയ്യുന്നത്, അതേപോലെ തന്നെ ഒരു ഫണ്ടിൻ്റെ പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിന് സപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. സാധാരണയായിട്ട് നിങ്ങളൊരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ 2-3 ഓപ്ഷൻസ് ഉണ്ടാവും. ഒന്ന് ഗ്രോത്ത് ഓപ്ഷൻസ്, ഒന്ന് ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ ഓപ്ഷൻ, ഇങ്ങനെ 2-3 ഓപ്ഷൻസ് അതിൻ്റെ അകത്തുണ്ടാവും. അതേപോലെ തന്നെ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻ. അപ്പം നിങ്ങളൊരു ഡിവിഡൻഡ് വിഡ്രോവൽ അല്ലെങ്കിൽ ഡിവിഡൻഡ് ആൻഡ് ക്യാപിറ്റൽ വിഡ്രോവൽ ഓപ്ഷനാണ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഓപ്റ്റ് ചെയ്തിരിക്കുന്നതിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഗ്രോത്തും പവർ ഓഫ് കോമ്പൗണ്ടിങ്ങിൻ്റെ ബെനിഫിറ്റും കിട്ടില്ല. കാരണം എന്തെന്ന് വെച്ചാൽ ആ ഫണ്ടിലുണ്ടാകുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് ആ ഫണ്ടിലുണ്ടാകുന്ന അപ്രീസിയേഷനോ ഗെയിനോ ഫണ്ട് മാനേജർ നിങ്ങൾക്ക് ഡിവിഡൻഡ് പോലെ തിരിച്ചു തരും. തിരിച്ച് തന്നു കഴിയുമ്പോൾ അവിടെ റീഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എമൗണ്ട് ബാക്കി ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ലോങ് ടൈമിലേക്ക് നിക്ഷേപം നടത്തുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരിക്കലും ഡിവിഡൻഡ് വിഡ്രോവൽ ഓപ്ഷനോ ഡിവിഡൻഡ് റീഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷനോ കൊടുക്കാൻ പാടില്ല. എപ്പോഴും നിങ്ങൾ ഗ്രോത്ത് ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്യുക. ഗ്രോത്ത് ഓപ്ഷനിലാണ് കറക്റ്റായിട്ട് പവർ ഓഫ് കോമ്പൗണ്ടിങ് വർക്ക് ചെയ്യുന്നത്. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് ഉണ്ടാകാവുന്ന ഇൻകം 2-3 തരത്തിലുള്ള ഇൻകങ്ങളുണ്ടാവാം. മെയിനായിട്ട് അതിൻ്റെ സ്റ്റോക്ക് പ്രൈസിൽ വരുന്ന അപ്രീസിയേഷൻ, ഈ കമ്പനികൾ കാലാകാലങ്ങളിൽ ഇതിൽ കൊടുക്കുന്ന ഡിവിഡൻറ്റും, പിന്നെ ഈ അണ്ടർലൈയിങ് അസറ്റ് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്ത് സമയാസമയങ്ങളിൽ നല്ല റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ സ്റ്റോക്കുകൾ വാങ്ങുകയും അതേപോലെ നല്ല ലാഭങ്ങൾ കിട്ടുമ്പോൾ ഈ സ്റ്റോക്കുകൾ വിറ്റും ഈ രീതിയിലും ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വരുമാനങ്ങൾ ഈ ഫണ്ട് മാനേജ് ചെയ്യുന്ന സമയത്ത് വന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഈ ഫണ്ടിൻ്റെ കോമ്പൗണ്ടിങ്ങിനെ, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ്. എങ്ങനെയാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ് ഒരു മ്യൂച്വൽ ഫണ്ടിൽ വർക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ഫണ്ടിൻ്റെ നെറ്റ് അസറ്റ് വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ പ്രസൻറ്റേഷനിൽ പല മ്യൂച്വൽ ഫണ്ട് സ്കീമുകളുടെ പേരുകൾ മെൻഷൻ ചെയ്തു. അത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ്. അതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസായിട്ട് കണക്കാക്കരുത്. മ്യൂച്വൽ ഫണ്ടുകളിൽ നടത്തുന്ന നിക്ഷേപം വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിക്ഷേപം നടത്തുന്നതിന് മുന്നേ ഇതിനെക്കുറിച്ച് അറിയാവുന്ന ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപങ്ങൾ നടത്തുക. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.